വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ പ്രിയൻ നട്ടു വളർത്തി പരിപാലിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തെ യെശയ്യാ ദീർഘദർശി തൻ്റെ മേൽ പകർന്നു കിട്ടിയ പ്രവചനാത്മാവിൽ വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പഴയ നിയമപ്രവാചകന്മാരിൽ മുൻപനായ യെശയ്യാ പ്രവാചകൻ പ്രവചനക്കുന്നിൽ കയറി നിന്നുകൊണ്ട് കാൽവറിക്കുന്നിലേക്ക് നോക്കി കാണുമ്പോൾ ഏറ്റവും ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടമായി മാറിയിരിക്കുന്ന ആ കുന്ന് പ്രവാചകൻ കാണുകയാണ്. ആ കുന്നിൽ നട്ടിട്ടുള്ളതൊന്നും ഫലം കായ്ക്കാതെ പോയിട്ടില്ല. ആ ഫലവത്തായ കുന്നിൽ നടപ്പെട്ടിട്ടുള്ളതെല്ലാം ധാരാളം ഫലം കായ്ച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുന്നിന് ഏറ്റവും ഫലവത്തായ ഒരു കുന്ന് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. കൊഴുവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ തൻ്റെ സ്വന്തം ശരീരം ഉഴവുചാല് പോലെ കീറിമുറിച്ച് മനുഷ്യ ജീവിതത്തെ ഫലപൂർണമായി മാറ്റുവാൻ തക്കവണ്ണം വിളനിലമാക്കിയിട്ടിരിക്കുന്ന ഫലവത്തായ ഒരു കുന്ന്. ആ കുന്നിൽ നടപ്പെട്ടിട്ടുള്ള തൈയെല്ലാം വളരെ ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ്റെ ശവസംസ്കാര ശുശ്രൂഷ വീക്ഷിക്കുകയുണ്ടായി. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ അമേരിക്കയിൽ ഡാളസിൽ വീവിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കാണുകയും ചെയ്തു. തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈ ഫലവത്തായ കുന്നിൽ കൊണ്ടുവന്ന് നടപ്പെട്ടു. തൻ്റെ ജീവിതം ഈ ഫലവത്തായ കുന്നിലേക്ക് മാറ്റി നട്ടു. തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷമായി, ദേശങ്ങളെ മൂടുന്ന ഒരു വൃക്ഷമായി, ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടമായി. ഈ ഫലവത്തായ മുന്തിരിത്തോട്ടത്തിൽ ധാരാളം ഫലം കായ്ക്കുവാൻ, അതിൻ്റെ ചില്ലകളിൽ അനേകർക്ക് വന്ന് വസിപ്പാൻ തക്കവണ്ണം പടർന്ന് പന്തലിച്ച ഒരു മുന്തിരിവള്ളി. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ 22-ാമത്തെ വയസ്സിൽ ഈ ഫലപ്രദമായ കുന്നിൽ എന്നെയും കൊണ്ടുവന്ന് നട്ടു. ഇത്ര ഭാഗ്യമായി പോയി, മഹാഭാഗ്യം. ഈ ഫലവത്തായ കുന്നിൽ പ്രിയൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു നടുതലയായി മാറുക എന്നത്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം പാഴായിപ്പോയല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് കഴിയുന്ന,
മദ്യപാനം എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് കഴിയുന്ന, ചീത്ത കൂട്ടുകെട്ടുകൾ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ, പാപം എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ, എൻ്റെ കുടുംബം തകർന്നു പോയല്ലോ, എൻ്റെ ജീവിതം നാശമായി പോയല്ലോ, ഫലം കായ്ക്കാതെ പോയല്ലോ. ഏതു ജീവിതത്തെയും ഫലപൂർണമാക്കി മാറ്റുവാൻ തക്കവണ്ണം, ഏറ്റവും ഫലവത്തായ ഒരു ജീവിതമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടതായ ഒരു കുന്ന നമുക്കരികിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിലേക്ക് കയറി വരുമോ? രക്ഷകന്റെ അരികിലേക്ക് കയറി വരുമോ? യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമോ? ഈ ഫലവത്തായ കുന്ന നമ്മുടെ ഭവനത്തിൽ നമുക്കരികിലേക്ക് ഇറക്കി തരുവാൻ സ്വർഗത്തിന് തിരുമനസ്സായി. ഈ കുന്നിലേക്ക് കയറി വന്നുകൊള്ളുക. ഈ ഫലപ്രദമായ കുന്നിലേക്ക്, ഫലവത്തായ കുന്നിലേക്ക് കയറി വന്നുകൊള്ളുക. കുരിശിൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊള്ളുക. രക്ഷകന്റെ അരിയിലേക്ക് കടന്നു വന്നുകൊള്ളുക. ഏത് ജീവിതത്തെയും ഫലപൂർണമാക്കി മാറ്റുവാൻ, ഏറ്റവും ഫലവത്താക്കി മാറ്റുന്ന ഒരു കുന്ന്. ആ കുന്ന് ഏതാണ് എന്ന്, ആ കുന്നിൽ നട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടം ഏതാണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. ആ കുന്നിലെ മുന്തിരിത്തോട്ടം സഭയാണ്. ആ കുന്നിൽ നട്ടിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. തൻ്റെ പ്രവചന കണ്ണുകൊണ്ട് 700-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടം നട്ടിരിക്കുന്നത് പ്രവാചകൻ പ്രവചനക്കുന്നിൽ കയറി നിന്നുകൊണ്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ പ്രിയൻ ചെയ്തിരിക്കുന്ന 5 കാര്യങ്ങൾ വ്യക്തമായി കാണുകയാണ്. 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരവും പണിതു, ഒരു ചക്കും ഇട്ടു. 5 കാര്യങ്ങൾ പ്രിയൻ ആ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിരിക്കുകയാണ്. വേലി കെട്ടി, കല്ല് പെറുക്കിക്കളഞ്ഞു, നല്ല വക മുന്തിരി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തൻ്റെ നടുതലയ്ക്ക് വേണ്ടി പ്രിയൻ ചെയ്ത 5 കാര്യങ്ങൾ. 1, അവൻ അതിന് വേലി കെട്ടി. ഒരു ദൈവ പൈതലിന് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ട്. ദൈവം അത് പൊളിച്ചു മാറ്റാതെ ശത്രുവിന് ഒരു ദൈവ ഇതിനെ തൊടാനൊക്കുകയില്ല. ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന നടുതലയ്ക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ട്. സ്വർഗം കെട്ടിയിരിക്കുന്ന വേലി പൊളിച്ചു കളയാതെ, ദൈവം അതിൻ്റെ വേലി പൊളിച്ചു കളയാതെ ദുഷ്ടനായ പിശാചിന്, ശത്രുവിന് അതിലെ ഉള്ളിൽ കടക്കാൻ കഴിയില്ല. ഒരു ദൈവ ഇതിനെ തൊടുവാൻ ദുഷ്ടന് കഴിയുകയില്ല. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിന് ചുറ്റും, ഒരു ഭക്തന് ചുറ്റും 3 നിര വേലികൾ സ്വർഗം കെട്ടിയിട്ടുണ്ട്. 3 റോ വേലികൾ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം, സാത്താൻ ദൈവസഭയിൽ കടന്നു ചെന്ന്
ഇയ്യോബിനെ കുറിച്ച് ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്: നീ അവനും ഇയ്യോബിനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഭൂമിയിൽ മുഴുവൻ ഊടാടി നടന്നവൻ ദൈവസന്നിധിയിൽ കയറി വരുമ്പോൾ ദൈവം ഇയ്യോബിനെ കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ സാത്താൻ പറയുകയാണ്, എനിക്കെങ്ങനെ അവനെ തൊടാൻ പറ്റും? ഭൂമിയിൽ മുഴുവൻ ഊടാടി നടക്കുന്ന സാത്താന് അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കാൻ പോലും കഴിയാതെ വണ്ണം 3 റോ വേലികൾ, സ്വർഗത്തിൻ്റെ വേലികൾ അവന് ചുറ്റുമുണ്ട്. ഒന്ന്, അവന് ചുറ്റും ഒരു വേലിയുണ്ട്. ഒരു ഭക്തന് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ട്. രണ്ടാമത്തെ റോ അവൻ്റെ വീടിന് ചുറ്റും, അവൻ്റെ കുടുംബത്തിന് ചുറ്റും, അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും ചുറ്റും, അവൻ്റെ വീടിന് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ട്. മൂന്നാമത്തെ റോ ഒരു ഭക്തനുള്ള സകലത്തിൻ്റെ ചുറ്റും സ്വർഗത്തിലെ ദൈവത്തിന് വേലിയുണ്ട്. അവൻ്റെ സമ്പത്തിന് ചുറ്റും, അവൻ്റെ ആടുമാടുകൾക്ക് ചുറ്റും, അവൻ്റെ ദാസീദാസന്മാർക്ക് ചുറ്റും, അവനുള്ള എല്ലാത്തിൻ്റെയും ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ട്. ഭൂമിയിൽ മുഴുവൻ ഊടാടി നടക്കുന്നവന് അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കാൻ പോലും കഴിയാതെ വണ്ണം ഒരു ഭക്തനെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ കാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ ഭാഗ്യം എന്താണ്? നമുക്കുള്ള സ്വർഗത്തിൻ്റെ കരുതൽ എന്താണ്? നമുക്കുള്ള സ്വർഗത്തിൻ്റെ കാവൽ എന്താണ്? യേശുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവോയിതന് കാൽവറി കുന്നിൽ, ഫലവത്തായ കുന്നിന്മേൽ കൂടപ്പെട്ട ഒരു ദൈവോയിതന്, യേശുവിൻ്റെ അരികിലേക്ക് വന്നൊരു ദൈവോയിതന് എൻ്റെ അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവോയിതന്, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത ഒരു ദൈവോയിതന് ചുറ്റും സ്വർഗത്തിൻ്റെ കാവലുണ്ട്, സ്വർഗത്തിൻ്റെ കരുതലുണ്ട്. ഭൂമി മുഴുവൻ ഊടാടി നടക്കുന്നവൻ തൊടാതെ വണ്ണം നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ കരുതലേക്ക് വരാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? ഈ സ്വർഗത്തിൻ്റെ കാവലിൻ്റെ ഉള്ളിലാകുവാൻ ആരുടെയെല്ലാം ഉള്ളം കൊതിക്കുന്നുണ്ട്? ഫലവത്തായ കുന്നിന്മേൽ പ്രിയൻ നട്ടതായ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും അവൻ വേലി കെട്ടുന്നവനാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ ചുറ്റുമുള്ളതായ വേലികൾ ഓരോന്നോരോന്നായി ദൈവം പൊളിച്ചു മാറ്റി കൊടുക്കുകയാണ്. ഒന്നാമതായി ഏറ്റവും പുറത്തുള്ളതായ വേലി അവനുള്ള സകലത്തിൻ്റെയും ചുറ്റും കെട്ടിയതായ വേലി പൊളിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ശത്രുക്കൾ വന്നു, സെബായർ വന്നു, ഇയ്യോബിൻ്റെ സമ്പത്ത് മുഴുവനും കൊള്ളയിട്ട് കൊണ്ടുപോയി. അവൻ്റെ സ്വത്ത് മുഴുവൻ സെബായർ വന്ന് കൊള്ളയിട്ട് കൊണ്ടുപോയി. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ സമയം പെട്ടെന്ന് സെബായർ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. എല്ലാം പോയി. ഇയ്യോബിൻ്റെ സമ്പത്തെല്ലാം കൊള്ളയായിപ്പോയി. അവൻ്റെ സമ്പത്തിന് ചുറ്റും, അവൻ്റെ സകലത്തിന് ചുറ്റുമുള്ള വേലി പൊളിച്ചു. വീണ്ടും രണ്ടാമത്തെ നിരവേലിയും പൊളിക്കുകയാണ്. ഇയ്യോബിൻ്റെ വീട്ടിന് ചുറ്റുമുള്ളതായ വേലി പൊളിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ, മൂത്ത മകൻ്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. ഇയ്യോബിൻ്റെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു. പെരുങ്കാറ്റടിച്ച് വീട് തകർന്നു. തൻ്റെ വീടിന് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു. മക്കളും വീടുമെല്ലാം തകർന്നു.
മൂന്നാമത്, ഇയ്യോബിന്റെ ചുറ്റുമുള്ള വേലി പൊളിച്ചു. ഇയ്യോബിന് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു. എന്താണ് സംഭവിച്ചത്? അവന്റെ ശരീരം വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. അവൻ രോഗിയായി മാറി. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അവന്റെ ശരീരം വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. സ്വന്തം ഭാര്യ പോലും അടുത്തു വരുവാൻ അറപ്പുളവാക്കത്തക്കവണ്ണം അവന്റെ ശരീരം മാറി. ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് വ്രണം ചുരുണ്ടുന്നവനായി ഇയ്യോബ് മാറി. സ്വന്തം ഭാര്യ വരെ പോയി ചത്തുകളാ എന്ന് പറയത്തക്കവണ്ണം ഇയ്യോബ് മാറി. ഭക്തന്റെ ചുറ്റുമുള്ള വേലികൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു. പ്രിയൻ അതിന് വേലി കെട്ടി. എന്നാൽ ആ വേലി പൊളിയപ്പെടും. നമുക്ക് ചുറ്റുമുള്ള സ്വർഗത്തിന്റെ വേലി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് മാനസാന്തരപ്പെട്ട ഒരു ദൈവവേദനു ചുറ്റും, കാൽവറിക്കുന്നിൽ ഫലവത്തായ മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു ദൈവവേദനു ചുറ്റും, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സഭയ്ക്ക് ചുറ്റുമുള്ള വേലി പൊളിയാൻ സാധ്യതയുണ്ടെന്ന്, കൂട്ടായ്മയ്ക്ക് ചുറ്റുമുള്ള സ്വർഗത്തിൻ്റെ വേലി പൊളിയാൻ സാധ്യതയുണ്ട് എന്ന്, ഒരു ദൈവം ഇതിന് ചുറ്റുമുള്ള സ്വർഗത്തിൻ്റെ വേലി പൊളിയാൻ സാധ്യതയുണ്ട് എന്ന്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് വേലി പൊളിയുന്നത്? വേലി പൊളിഞ്ഞത് എന്തുകൊണ്ടാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതുകൊണ്ട് വേലി പൊളിഞ്ഞു. ഓർക്കണം, വേലിക്കുള്ളിലുള്ള ഒരു ഭക്തനെ നല്ല ഫലം കായ്ക്കുന്നത് കാണാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉടയവനുണ്ട്, നട്ടവനുണ്ട്. വേലിക്കുള്ളിലുള്ള ഭക്തനെ നട്ടവൻ നോക്കുമ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു നിൽക്കുന്നത് കണ്ടാൽ, ആകാത്ത ഫലം കായ്ച്ചു നിൽക്കുന്നത് കണ്ടാൽ വേലി പൊളിയും. ദൈവത്തിൻ്റെ മഹത്വം. ഭർത്താവിനോട് നിസാര കാര്യത്തിന് വരെ വാശി പിടിച്ച് മിണ്ടാതെ പിണങ്ങി നടന്ന് 2 മുറികളിൽ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ, കീഴ്പ്പെടാൻ മനസ്സില്ലാതെ, വിനയപ്പെടാൻ മനസ്സില്ലാതെ, പിടിവാശി കളയാതെ കുടുംബങ്ങൾ ഭിന്നിച്ച് കഴിയുന്നത് കാണുമ്പോൾ, ജീവിതത്തിൽ ആകാത്ത ഫലം കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ, അന്യൻ്റെ വല്ലതും സ്വന്തമാക്കി കൈവശം വെച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കയറി അഴുക്കായത് കണ്ടും അരുതാത്ത ചാറ്റിങ്ങും എല്ലാമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, നടന്നു ആകാത്ത ഫലം കായ്ച്ച് നടന്നുകൊള്ളുക. മാനസാന്തരപ്പെട്ടതാണ്, പള്ളിയിൽ പോകുന്നതാണ്, ആരാധിക്കുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്. ആകാത്ത ഫലം കായ്ക്കുന്നത് കാണുമ്പോൾ വേലി പൊളിയും എന്നുള്ളതായ സത്യം മറന്നു കളയരുത്. മാനസാന്തരപ്പെട്ട് ഒരു നാളിൽ ദൈവകൃപ അനുഭവിച്ച് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നതായി ദൈവമക്കൾ ദൈവവേല മറന്ന് കൂട്ടുകൂടി മേളിച്ച് നടക്കുമ്പോൾ, മക്കൾക്ക് ചുറ്റുമുള്ള സ്വർഗത്തിൻ്റെ വേലി പൊളിയുമെന്നുള്ളതായ സത്യം മറന്നു കളയരുത്. 80-ാം സങ്കീർത്തനം 8 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു,
നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യദേവദാരുക്കൾ പോലെയുമായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിച്ചു കളയാൻ തക്കവണ്ണം അതിൻ്റെ വേലി പൊളിഞ്ഞു പോകും. നമ്മുടെ മക്കൾക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ടെങ്കിൽ വഴി പോകുന്നവരൊന്നും പറിച്ചു കളയുകയില്ല. അവർ പോകുന്ന വഴിയിലൊന്നും അവർ നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മുടെ മക്കൾക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ വേലിയുണ്ടായെങ്കിൽ ദൂരസ്ഥലത്ത് ഹോസ്റ്റലിൽ കഴിയുമ്പോൾ റൂംമേറ്റ് അവൻ ഉപയോഗിക്കുന്നതായ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടുക്കാൻ കഴിയാതെ വണ്ണം, തൊടാൻ കഴിയാതെ വണ്ണം നമ്മുടെ മക്കളെ വേലിക്കുള്ളിൽ സ്വർഗം കാത്തുകൊള്ളുമെന്ന്. ചീത്ത കൂട്ടുകെട്ടുകളോടുകൂടെ നിൽക്കേണ്ടി വരുമ്പോൾ, അഴുക്കായ സാഹചര്യങ്ങളിൽ നിൽക്കേണ്ടി വരുമ്പോൾ, അഴുക്ക് കയറാതെ വണ്ണം, അരുതാത്തത് കയറാതെ വണ്ണം, കാട്ടുപന്നി മാന്തിക്കളയാതെ വണ്ണം, വയലിലെ മൃഗങ്ങൾ ചവിട്ടിക്കളയാതെ വണ്ണം വേലി കെട്ടി കാക്കുന്ന ഒരു ദൈവമുണ്ട്. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുകയില്ല, മൃഗങ്ങൾ അത് തിന്നുകളയുകയില്ല. നാം നിസ്സാരമായി കാണരുത്. ഞാനും നിങ്ങളും നട്ടവന് കൊള്ളാകുന്ന ഫലം കാഴ്ച നിൽക്കണം. യോഗ്യതയുണ്ടായിട്ടല്ല, അവന് കരുണ തോന്നിയതുകൊണ്ട് അവൻ കൊണ്ടുവന്ന് നട്ടതാണ്. വേലി പൊളിയാനിട വരരുത്. ഈ ഫലവത്തായ കുന്നിന്മേലുള്ള മുന്തിരിവള്ളിക്ക് ചുറ്റും വേലി കെട്ടുന്ന ഒരു ദൈവമുണ്ട്. അവൻ അതിന് വേലി കെട്ടി എന്നാണ് നാം വായിച്ചത്. പൊളിഞ്ഞുപോയി, വേലി പൊളിഞ്ഞുപോയി, കേട് തീർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. വേലി പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേട് തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ ഒന്ന് വിളിക്കാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ എന്ന് ഒന്ന് വിളിക്കാമോ? 80-ാം സങ്കീർത്തനം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരേണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ പ്രസന്നത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യന്റെ പുത്രന്റെ മേൽ തന്നെ വരട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. യഥാസ്ഥാനപ്പെടാൻ തീരുമാനിക്കുക, ശരിയായ സ്ഥാനത്ത് വരാൻ തീരുമാനിക്കുക, ശരിയായ അവസ്ഥയിൽ വരാൻ തീരുമാനിക്കുക. എന്തെല്ലാം കുറവുകൾ വന്ന ജീവിതമാണെങ്കിലും, എന്തെല്ലാം തെറ്റുകൾ ഒറ്റിപ്പോയ ജീവിതമാണെങ്കിലും, ആകപ്പാട് തകർക്കപ്പെട്ട ജീവിതമാണെങ്കിലും, മുഴുവൻ നാശമായി തീർന്ന ജീവിതമാണെങ്കിലും, ഫലമെല്ലാം ചവിട്ടപ്പെട്ട ജീവിതമാണെങ്കിലും, വയലിലെ മൃഗങ്ങൾ വന്ന് ചവിട്ടിക്കളഞ്ഞ ജീവിതമാണെങ്കിലും, കാട്ടുപന്നി മാന്തിക്കളഞ്ഞ ജീവിതമാണെങ്കിലും, മദ്യപാനം മാന്തിക്കളഞ്ഞ ജീവിതമാണെങ്കിലും, വാശിയും വഴക്കും മാന്തിക്കളഞ്ഞ ജീവിതമാണെങ്കിലും, അശുദ്ധിയും അഴുക്കും മാന്തിക്കളഞ്ഞ ജീവിതമാണെങ്കിലും, അല്ല രോഗം മാന്തിക്കളഞ്ഞ ജീവിതമാണെങ്കിലും,
ഇയ്യോബിന് ചുറ്റും പൊളിഞ്ഞുപോയ വേലികളെ ഓരോന്നോരോന്നായി കെട്ടിക്കൊടുത്ത, മുൻപുണ്ടായതിനേക്കാൾ അധികമായി അവന്റെ ജീവിതത്തെ പണി കൊടുത്ത ഒരു ദൈവമുണ്ട്. ഒറ്റ തീരുമാനം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ശരിയായി ജീവിക്കാൻ തീരുമാനിക്കുക, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇന്നു മുതൽ ഞാനൊരു പുതിയ ജീവിതം നയിക്കും. ഇന്നു മുതൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും നിങ്ങൾക്കരികിലേക്ക് ഈ ഫലവത്തായ കുന്നിനെ അവൻ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ അരിയിലേക്ക് ഈ കുന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. കാൽവറി കുന്ന്, കുരിശിലെ രക്ഷ നമ്മുടെ അരിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കയറി നിന്നുകൊള്ളുക, കയറി ചെന്നുകൊള്ളുക, യേശുവിൻ്റെ കയറി ചെന്നുകൊള്ളുക. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഈ സൃഷ്ടിയെ ജീവിപ്പിക്കണമേ. ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ഇന്നു മുതൽ ജീവിതം നയിപ്പാൻ, ഇന്നു മുതൽ യേശുവിന് നിൽക്കുവാൻ, ഇന്നു മുതൽ രക്ഷിതാവിന് വേണ്ടി, തോട്ടം നട്ടവന് വേണ്ടി ഫലം കായ്ക്കാൻ. ആകാത്ത ഫലം കായ്ക്കാതെ ഇന്നു മുതൽ ഞാൻ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുപോയി. എൻ്റെ ദൈവമേ, ഉള്ള അവസ്ഥയെ തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെടാൻ തീരുമാനിക്കുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ചെയ്തു പോയ തെറ്റിനെല്ലാം ക്ഷമിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. സൗജന്യമായി നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തലകളെ വണക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒളിഞ്ഞുപോയ വേലി കെട്ടിത്തരുന്ന ദൈവമേ, അതിന് വേലി കെട്ടുന്ന കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള വേലി, ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റുമുള്ള വേലി, ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള വേലി, ഞങ്ങൾക്കുള്ള സകലത്തിനും ചുറ്റുമുള്ള സ്വർഗത്തിൻ്റെ സംരക്ഷണം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. ആപത്തുകളിലും അപകടങ്ങളിലും രോഗങ്ങളിലും പെടാതെ വണ്ണം അവിടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.